പ്രിയപ്പെട്ട കോട്ടൂരിലെ മുന്നണി പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാനായ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഏറെ ബഹുമാനായ കോഴിക്കോടിന്റെ ജനകീയനായ MP രാഘവേട്ടൻ, AICC സെക്രട്ടറി മൻസൂർ അലി ഖാൻ, സൂരജ് ഠാക്കൂർ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂടിയിരിക്കുന്ന സദസ്സിനോട് ഹൃദയത്തിൽ തൊട്ട് ആദ്യമായി നന്ദി പറയുകയാണ്. എന്നും പറഞ്ഞു തുടങ്ങുന്നത് പോലെ, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നാൾ പറഞ്ഞു വെച്ചതുപോലെ, പിച്ചവെക്കാനും കൈപിടിച്ച് നടത്താനും എന്നും വലിയ പ്രോത്സാഹനം നൽകിയ മണ്ണാണ് കൊട്ടൂരിന്റെ മണ്ണ്, പ്രിയപ്പെട്ടവരുടെ നാട്. ഈ മണ്ണിലാണ് ആദ്യമായി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നത്. വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ, വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഘടനാ കാലമാണ് ജീവിതത്തിൽ ഇന്നിതുപോലെ നിൽക്കാനും സംസാരിക്കാനും എന്നെ പാകപ്പെടുത്തിയതും പരുവപ്പെടുത്തിയതെന്നും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. വാഗയാട്ട സംഘടനാകാലം അല്ലെങ്കിൽ വാഗയാട്ട വിദ്യാർത്ഥി സംഘടനാകാലത്ത് അനുഭവിച്ചതൊക്കെയും ചേർത്ത് പിടിച്ചതൊക്കെയും വാഗയാടും കോട്ടൂരിലെയും പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരുമാണ്. ആ സ്നേഹം ആവോളം അനുഭവിക്കാൻ ഇന്നും സാധിക്കുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സംഘടനാ ജീവിതവും വിദ്യാർത്ഥി സംഘടനാ കാലവും ഒക്കെ സംഘടനാകാലമാണ് എന്നും പരുവപ്പെടുത്തിയത്. അതുപോലെ വാഗയാട് സംഘടനാ കാലത്തിന് ശേഷം ബാലുശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ നമ്മുടെയൊക്കെ ഈ പ്രദേശത്തെ എല്ലാവരും ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളിലൊന്ന് ചേളന്നൂർ SN കോളേജാണ്. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിൽ ചേളന്നൂർ SN കോളേജിലെ പഠിക്കാൻ സാധിക്കുകയും ആ ചേളന്നൂർ SN കോളേജിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുകയും ആ SN കോളേജിലെ സംഘടനാ കാലത്ത് ഏറ്റ എല്ലാ മർദ്ദനങ്ങളുടെയും എല്ലാ പോരാട്ടങ്ങളുടെയും അന്ന് കൂടെ നിന്ന് പ്രവർത്തിച്ച ഒപ്പം നടന്ന എല്ലാ ആളുകളും പ്രിയപ്പെട്ട ഈ കോട്ടൂരിന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഈ നാടിനോട് വല്ലാത്തൊരു സ്നേഹവായ്പ് ജീവിതത്തിന്റെ തുടക്കകാലം മുതലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഈ വേദിയിൽ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ബാലുശ്ശേരിക്ക് ഒരു പിടി സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ നാടിന്റെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ കിനാലൂരിലെ സർക്കാർ കോളേജിനെ 2012 തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന 4 കോഴ്സുകളിൽ നിന്ന് 2026 എത്തി നിൽക്കുമ്പോഴും ആ 4 കോഴ്സുകളാണ്. അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ കിനാലൂരിലെ സർക്കാർ കോളേജിനെ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിലവാരമുള്ള കോളേജാക്കി മാറ്റും നമുക്ക് അവസരം കിട്ടിയാലെന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ നാടിന് വാക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ബാലുശ്ശേരിയിലെ സർക്കാർ ആശുപത്രി, ആ സർക്കാർ ആശുപത്രിയിൽ ഏത് സമയത്തും ഏത് രോഗത്തിനും ഏത് സർജറിക്കും കയറി ചെന്നാൽ അവിടെ അതിന് സൗകര്യം ലഭ്യമാവുന്ന രീതിയിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രിയാക്കി മാറ്റുമെന്ന് പ്രിയപ്പെട്ട ബാലുശ്ശേരിക്കാർക്ക് നമുക്കൊരവസരം കിട്ടിയാൽ നമ്മൾ ചെയ്യുമെന്ന് ഈ നാടിന് നമ്മൾ വാക്ക് നൽകുകയാണ്. നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങൾ ഏറെ പേര് കേട്ടതാണ്. വയലടയും കക്കയും കരിയാത്തവും പറയും ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്ന് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവർ വന്ന് കടന്നു പോകുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായതിനു ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് 10 രൂപയുടെ വരുമാനം കിട്ടുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ ടൂറിസം പദ്ധതികളെ കോവളത്തോടും മുന്നാറിനൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ ലോകഭൂപടത്തിൽ നമ്മുടെ കക്കയത്തെയും കരിയാത്തമ്പാറയെയും ഒക്കെ വയലടയെയും ഒക്കെ ഉൾപ്പെടുത്തുന്നതിനുള്ള ടൂറിസം പദ്ധതിയാണ് ബാലുശ്ശേരിക്കാർക്ക് നമ്മൾ വാഗ്ദാനം കൊടുക്കുന്നത്. നമ്മുടെ കിനാലൂരിലും നടുവണ്ണൂരിലെ മന്തങ്കാവിലും ഒക്കെയുള്ള വ്യാവസായിക കേന്ദ്രങ്ങളിൽ ചെറുതും വലുതുമായ ചെറിയ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിലെടുക്കാനും അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനും അവർക്ക് നാട്ടിൽ നിന്നുകൊണ്ട് മികച്ച വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള വ്യാവസായിക സൗഹൃദ കേന്ദ്രങ്ങളാക്കി നടുവണ്ണൂരിലെ മന്തങ്കാവിനെയും കിനാലൂരിലെ വ്യാവസായിക കേന്ദ്രത്തെയും നമ്മൾ മാറ്റും. നമുക്ക് ഒരവസരം കിട്ടിയാലെന്ന് ഈ നാടിന് നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. നമ്മുടെ കായിക മേഖല ഒരുപാട് പ്രതിഭാശാലികളെ വാർത്തെടുത്ത നാടാണ് കോട്ടൂരും മൂലാടും നടുവണ്ണൂരിന്റെയും വോളിബോൾ പാരമ്പര്യം. തൊട്ടടുത്ത് കല്ലാനോട് ഇന്ത്യയിലെ പോലെയുള്ള ഒരു ഒളിമ്പ്യൻ പിറന്നു വീണ നാടാണ്.
നമുക്കൊരു ടിന്നു ലൂക്ക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കല്ലാനോട് പ്രതിസന്ധികളോട് അതിജീവിക്കുകയും പടപൊരുതുകയും ചെയ്യുന്ന എത്ര കായിക പ്രതിഭകളെ നമുക്ക് കല്ലാനോട്ട ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. ആ കായിക പ്രതിഭകൾ പലപ്പോഴും വളരാനും ഉയരാനും പറക്കാനും ആകാശങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നത് ആ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ, നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളുടെ കായിക ശേഷിയെ പരിപോഷിക്കാനും അവരെ വാർത്തെടുക്കാനും അവർക്ക് സ്വപ്നങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഉയരപ്പറക്കാനും പ്രേരിപ്പിക്കാൻ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ സ്പോർട്സ് അക്കാദമികൾ സ്ഥാപിക്കും നമുക്ക് അവസരം കിട്ടിയാലെന്ന് ഈ നാടിന് വാക്കു നോക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, കായിക രംഗത്ത്, ടൂറിസം രംഗത്ത്, തൊഴിൽ രംഗത്ത്, വ്യാവസായിക രംഗത്തൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്ന് ഈ നാടിനെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി ജയിക്കുമെന്നതിന്റെ വിളംബരമാണ്. കോട്ടൂരിലും എല്ലായിടങ്ങളിലുമുള്ള ഈ ജനക്കൂട്ടം. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരവസരം തന്നാൽ, എനിക്ക് നിങ്ങൾ വോട്ട് തന്നാൽ, നിങ്ങളുടെ ജനപ്രതിനിധിയെ കാണാനോ മിണ്ടാനോ പറയാനോ സംസാരിക്കാനോ ഒരു നേതാവിന്റെ ശുപാർശക്കത്തോ ഒരു നേതാവിന്റെ പിൻബലമോ ആവശ്യമുണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ സഹോദരനായി, കൂടപ്പിറപ്പായി, മകനായി ഈ നാടിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുണ്ടാവുമെന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകരെയും, മുന്നണിയുടെ സഹപ്രവർത്തകരെയും, ജനാധിപത്യ വിശ്വാസികളെയും, പ്രിയപ്പെട്ട നേതാക്കന്മാരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.